അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ കാണിക്കുന്നത് അന്നത്തെ ദിവസം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിന്നറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ആദ്യം തന്നെ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് എല്ലാം മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ആ പഞ്ചസാര ഇളകി കഴിഞ്ഞാൽ അതിലേക്ക് 2 കപ്പ് പൊടി ചേർത്ത് കൊടുക്കണേ. മൈദപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കണേ. അങ്ങനെ അത് 2 ചേർത്തതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. ഒരു കോഴിമുട്ടയും ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായി കുഴച്ചെടുക്കുക. ഇനി വെള്ളത്തിന് ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് കൂടി ഇളം ചൂട് വെള്ളം ഒഴിച്ച് കൂട്ടി കൊടുക്കുക കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. അങ്ങനെ നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. നന്നായിട്ട് കുഴച്ചെടുക്കുക കേട്ടോ. അങ്ങനെ കുഴച്ചെടുത്ത് കുറച്ച് ഓയിൽ പുരട്ടിയ പാത്രത്തിൽ ഈ മാവ് നമ്മൾ വെച്ച് കൊടുക്കുക കേട്ടോ. അതുകൊണ്ട് അതിൻ്റെ മുകളിലും കുറച്ച് ഓയിലാക്കിയിട്ട് ഇങ്ങനെ കിങ് റാപ്പ് വെച്ച് ഒട്ടിച്ച് കൊടുക്കാനായിട്ട് വേണ്ടത്. അങ്ങനെ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇനി ഇത് പരത്തുക. അതിന് വേണ്ടിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണ്. 2 മണിക്കൂറിന് ശേഷമാണ് പിന്നെ ഞാൻ മാവ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ മാവ് ഇതാ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. ഇങ്ങനെ പൊങ്ങി വരണം കേട്ടോ, എന്നാലാണ് നമ്മളെ കുബൂസ് നന്നായി വരുള്ളൂ. അങ്ങനെ ഈ കുബൂസ് റെഡിയാക്കി എടുക്കുക. നന്നായി ഒന്നും കൂടി കുഴച്ച് എടുക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഉരുളകളാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുബൂസ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബോളാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. ഞാനിങ്ങനെ ബോൾസാക്കിയിട്ട് കുഴച്ചെടുത്ത് ബോൾസാക്കിയിട്ട് വെക്കുകയാണ്. പിന്നീട് അതിൽ നിന്ന് ഓരോ ബോൾസും എടുത്തിട്ട് പരത്തി എടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. എന്നിട്ട് ഈ കനം വേണം കേട്ടോ പത്തിരിക്ക്. നല്ല കനം നൈസായിട്ട് ചെയ്യരുത്, ഒരാവശ്യത്തിന് കുറച്ച് കട്ടിയിൽ വേണം കേട്ടോ അത് പരത്തിയെടുക്കാൻ. അതുപോലെ എല്ലാം പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. റൗണ്ട് ശരിയാത്താക്ക ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് റൗണ്ടിലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും വട്ടോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഞാനും അത് റൗണ്ട് റെഡി ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മുഴുവൻ ബോൾസും ഞാൻ പരത്തി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് വെക്കാം കേട്ടോ. പിന്നീട് ഞാൻ കുറച്ച് കാബേജും കക്കരിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മസാല ഉണ്ടാക്കുകയാണ്. കുറച്ച് മൈദപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയിലൊന്ന് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം ചെറിയൊരു ബൗളിൽ കുറച്ച് മൈദപ്പൊടി കലക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിൽ മുക്കിയിട്ട് ഈ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കുറച്ച് മൈദപ്പൊടി കലക്കുക, അതിൽ ചെറിയ കഷ്ണങ്ങളാക്കി ബോൺലെസ് ചിക്കന് ഒന്ന് മുക്കിയിട്ട് ഈ പൊടിയിലേക്ക് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്ര പണിയുള്ളൂ. അത് ഫ്രൈ ചെയ്യുക, അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇങ്ങനെ മൊത്തം ചിക്കൻ പീസും ഞാൻ പൊടിയിൽ കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. ഒരു വശം ഒന്ന് ആയതിനു ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പം തന്നെ ഇളക്കി കൊടുക്കണ്ട, ഒന്ന് കുറച്ചൊന്ന് വെന്തതിന് ശേഷം ഇളക്കി കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയെടുത്ത് ഇത്രയേ ഉള്ളൂ, വേഗം റെഡി ആയി കിട്ടും കേട്ടോ. അങ്ങനെ അത് ഫ്രൈ ചെയ്ത് കോരി മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ആ കുബൂസുകളെല്ലാം ഒന്ന് ചുട്ടെടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത് തന്നെയല്ലേ, നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന പോലെ തന്നെ ഒന്ന് 2 വശവും ഒന്ന് വേവിച്ചെടുക്കുക. നല്ല പൊങ്ങി വരും കേട്ടോ അത് വെന്ത് കഴിയുമ്പോൾ. അങ്ങനെ എല്ലാം പത്തിരികളും ഇങ്ങനെ ചുട്ടെടുക്കുകയാണ്. പിന്നെ മുഴുവൻ പത്തിരിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അത് ഫില്ല് ചെയ്യാം.
ഇനി കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്താൽ ടേസ്റ്റ് ആയിരിക്കും. പക്ഷെ ഞാൻ ക്യാരറ്റ് എൻ്റെ കയ്യിലില്ലായിരുന്നു, അപ്പോൾ ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള സോസ് ഉണ്ടാക്കിയെടുക്കുകയാണ്. ആദ്യം ഞാൻ കുറച്ച് മയോണൈസ് ഇട്ട്, പിന്നെ അതിലേക്ക് കുറച്ച് മസ്റ്റാർഡ് സോസ് ഒഴിച്ച്, പിന്നെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറച്ച്. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടേ. അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ വേറെ ടേസ്റ്റ് ആയിരിക്കും ഈ സോസിന്. അങ്ങനെ അതും കൂടിയും ചേർത്ത് ഞാൻ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ പത്തിരി ഓരോന്നും ഞാൻ ഒരു സൈഡ് ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഓരോ പത്തിരി എടുത്തിട്ട് ഇങ്ങനെ പൊളിച്ചിട്ടുണ്ട്. ഈ പത്തിരീൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ സോസ് തേച്ച് കൊടുക്കുകയാണ് കേട്ടോ ആദ്യം ചെയ്യണത്. പത്തിരീൻ്റെ അടിവശവും മുകൾ വശവും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കാബേജ് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ചിക്കനും പിന്നെ കക്കരിയെല്ലാം ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ട് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. ക്യാരറ്റും കൂടി ചേർക്കണമായിരുന്നു. ഉപ്പിലിട്ട ക്യാരറ്റൊക്കെ ആയാൽ അങ്ങനെ മതി, നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ എല്ലാ പത്തിരിയും ഞാനിങ്ങനെ നിറച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എൻ്റെ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. പിന്നെ വീഡിയോസ് കാണുന്ന എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടണേ. ഇതൊക്കെ ഉണ്ടാക്കാൻ സിമ്പിളാണ്. ഇതൊക്കെ ഉണ്ടാക്കി നോക്കിക്കോ, അടിപൊളിയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.